സേറയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗിരി. അവൻ കുഞ്ഞിനെ എടുത്തു വെച്ച് താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവ നിന്നെപ്പോലെ തന്നെയായിരിക്കുന്നത്. ഗിരി കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയതിനു ശേഷം ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞു. എൻ്റെ കുഞ്ഞ് പിന്നെ എന്നെപ്പോലെ അല്ലാതെ നാട്ടുകാരെ പോലെ ഇരിക്കുവാടാ. ക്രിസ്റ്റി അവനെ കളിയാക്കിക്കൊണ്ട് തിരികെ പറഞ്ഞു. പോട തെണ്ടി, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഇവനെ നിന്റെ അതേ ചായയാണെന്നാ പറഞ്ഞത്. ഗിരി പറഞ്ഞതും ക്രിസ്റ്റി ചിരിച്ചു. അമ്മയും ഇത്രയും കൂടെ കൊണ്ടുവരായിരുന്നു. സേറ അവനെ നോക്കി പറഞ്ഞു. അവൾക്കിന്ന് ഒട്ടും വയ്യായിരുന്നു. നടുവേദനയും കാലുവേദനയും ഒക്കെയാ. പിന്നെ അവളുടെ ഒപ്പം അമ്മയില്ലാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൂട്ടിക്കൊണ്ട് വരാഞ്ഞ്. ഞങ്ങൾ 3 പേരും കൂടി വരാനിരുന്നതാ. പക്ഷെ ഇന്നലെ രാത്രി കാലുവേദന കാരണം അവൾ ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ ആരും ഉറങ്ങിയില്ല. പിന്നെ പകല് കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ദേഷ്യം അവൾക്ക്. ഗിരി അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി. ഇതൊന്നും നീ എന്നോട് പറയേണ്ട കാര്യമില്ല. ഇതിൻ്റെ അങ്ങേ അറ്റം വരെ അനുഭവിച്ചവനാ ഞാൻ. സത്യം പറഞ്ഞ പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ചിലപ്പോൾ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കാൻ വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യമായിട്ടും ഒരെണ്ണം പൊട്ടിക്കാൻ വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ വാശിയും വിഷമവും ദേഷ്യവുമായിരുന്നു ഇവൾക്ക്. ക്രിസ്റ്റി അവളെ നോക്കിയതിന് ശേഷം ഗിരിയെ നോക്കി പറഞ്ഞു. അങ്ങനെയാ, അതൊന്നും സഹിക്കാൻ പറ്റാത്തവർ പിന്നെന്തിനാ ഈ പണിക്ക് നിൽക്കുന്നത്? അവർ രണ്ടുപേരും പരിഭവങ്ങളും പരാതികളും പറയുന്നത് കേട്ട് അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു. അയ്യോ, ഞാൻ ഈ പരിപാടി നിർത്തി. ഞാൻ ഒന്നിൽ തന്നെ നിർത്തിയാലോ എന്ന് വിചാരിച്ചിരിക്കുക. ഗിരി അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു. പക്ഷെ ഞാൻ ഒന്നിലൊന്നും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. എനിക്ക് വീട് നിറയെ കുഞ്ഞുങ്ങൾ വേണം. അതാ എൻ്റെ ആഗ്രഹം. ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോയതുപോലെയാകും. അത് പറയുമ്പോൾ ചെറുതായി അവൻ്റെ കണ്ണുകളൊന്ന് നിറഞ്ഞിരുന്നു. അവൻ പറയുന്നത് കേട്ടതും സേറയ്ക്കും ഗിരിക്കും ഒക്കെ വിഷമം വന്നു. പിന്നെ നീ ഒറ്റയ്ക്കായി പോയെന്ന് ആരാടപ്പാ നീ പറഞ്ഞത്? നീ എന്നാ വീടിൻ്റെ പടി കടന്നു വന്നോ അന്ന് മുതൽ നിന്റെ ഇടത്തും വലത്തും ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് അവൻ ഒറ്റയ്ക്കായി പോയി പോലും. ഗിരി ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖമാണെങ്കിൽ ഇപ്പോൾ വീർത്തു പൊട്ടു എന്നുള്ള രീതിയിൽ വീർത്തിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാടി. എൻ്റെ ഒപ്പം വേറെ ആരുമില്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ ദേ എൻ്റെ ഈ ചെക്കനും. അവൻ ഗിരിയുടെ കയ്യിലിരിക്കുന്ന അവൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ പതിയെ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും ഗിരിയും സേറയും അത് കണ്ട് പുഞ്ചിരിച്ചു. വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ദിവസം. ഞാൻ വന്നില്ല ശേരാമ്മേ, അവൻ കുഞ്ഞിരിപ്പല്ല് കാട്ടി പറഞ്ഞു. മുഖത്താകെ ദേഷ്യമാണ്. കൈകൾ മാറിൽ കെട്ടി ഒരു മൂലയ്ക്ക് നിൽക്കുകയാണ് കക്ഷി. ഒരു നിക്കറും ബനിയനുമാണ് വേഷം. ഇതാണ് ക്രിസ്റ്റിയുടെയും സേറയുടെയും ഒരേ ഒരു മകൻ, നെവിൻ ക്രിസ്റ്റി. നല്ല മോനല്ലേ? സേരാമിയുടെ മിടുക്കൻ നെവിക്കുട്ടനല്ലേ? വാ. അവൾ അവനെ അടുത്തേക്ക് വിളിച്ചു. അവൾ ഒരു പലാസോ പാൻറ്റും ബനിയനുമായിരുന്നു വേഷം. മുടി മുഴുവൻ വാരിക്കെട്ടി ഒരു ബണ്ണിട്ട് കെട്ടിയിട്ടുണ്ട്. വേണ്ട, അപ്പേ മതി സേരാമിക്ക്, എന്നെ വേണ്ട, അവൻ വീണ്ടും പറഞ്ഞു. അയ്യോ, അങ്ങനെയൊന്നും പറയാതെ നെവിക്കുട്ടാ. സേരാമിക്ക് 2 പേരെയും വേണം. അപ്പ പാവമല്ലേ? നെവിക്കുട്ടൻ എന്തു പറഞ്ഞാലും അപ്പ വാങ്ങിത്തരില്ലേ? പിന്നെന്താ? അവൾ വിഷമത്തോടെ അവനെ നോക്കി പറഞ്ഞു. ആന്നു, വാങ്ങിത്തരും. പക്ഷെ ഞാനല്ലേ സേരാമിയുടെ മോൻ. അപ്പോൾ എഞ്ചല്ലേ ഉമ്മ തരുക. എന്തിനാ അപ്പയ്ക്ക് കൊടുത്തേ? അതും ഇവിടെയും ഇവിടെയും ഒക്കെ കൊടുത്ത് ഞാൻ കണ്ടു. അവൻ പരിഭവം പോലെ നെറ്റിയിലും കവിളിലുമൊക്കെ സ്വയം കാണിച്ചു കൊടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു. അത് കേട്ടതും അവൾ വായും തുറന്ന് അവനെ നോക്കി. പറ സേരാമി, എന്തിനാ കൊടുത്തേ? അവൾ ഒന്നും മിണ്ടാഞ്ഞതും അവൻ സംശയത്തോട് ചോദിച്ചു. ഈ കുട്ടനെ ഞാൻ തന്നല്ലോ. അവൾ അവനെ സമാധാനിപ്പിക്കാൻ എന്ന രീതിയിൽ പറഞ്ഞു. എവിടെ തന്നു? ഇവിടെ മാത്രം. അവൻ കവളിൽ തൊട്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു. നെവിമോനെ നോക്കിക്കേ. അവൻ അവളുടെ അടുത്തായിട്ട് മുട്ടുകുത്തി ഇരുന്നുകൊണ്ട് അവൻ്റെ കവളിൽ കൈവച്ചു. വേണ്ട. അവൻ അവളുടെ കൈകൾ തൻ്റെ കുഞ്ഞി കൈകൊണ്ട് തട്ടിമാറ്റി. ദേ, നെവിക്കുട്ടൻ എന്നോട് പിണങ്ങിയ ഞാൻ കരയുവേ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിഷമത്തോടെ പറഞ്ഞു. അത് കേട്ടതും അവനാണോ എന്നുള്ള രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും അവൾ കരയുന്നത് പോലെ ആക്ഷൻ ഇട്ടു. കൈ രണ്ടും മുഖത്തേക്ക് വെച്ച് പൊത്തിപ്പിടിച്ചു. സേരാമേ, കരയുവാണോ? അവൻ അവളുടെ കൈകൾ രണ്ടും തൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് മാറ്റാൻ ശ്രമിച്ച് ചോദിച്ചു. നെവിക്കുട്ടൻ എന്നോട് പിണങ്ങിയില്ലേ? അവൾ പിണക്കം നടിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. ഞാൻ പിണക്കം മാറ്റി. അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പ്രോമിസ്? അവൾ കൈനീട്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ തൻ്റെ കുഞ്ഞു കൈകൾ അവളുടെ കൈക്ക് മുകളിലായി വെച്ചു.
ഓ മിസ്. അവനും പറഞ്ഞതും സേറ അവനെ ചേർത്ത് പിടിച്ച് മുഖം മുഴുവൻ ചുണ്ടുകൾ ചേർത്തു. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ക്രിസ്റ്റി പടിയിറങ്ങി വരുന്നത്. ഒരു ബ്ലാക്ക് കളർ ഫോർമൽ ഷർട്ടും പാൻറ്റുമാണ് അവൻ്റെ വേഷം. വർഷങ്ങൾക്കിപ്പുറവും അവൻ ഒന്നും കൂടി സൗന്ദര്യം കൂടിയതുപോലെ. ശരീരമൊക്കെ ഒന്നും കൂടി ദൃഢമായിട്ടുണ്ട്. എന്താ രാവിലെ അമ്മയും മോനും കൂടി പറയുന്നത്? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ഓ, ചെക്കന് പിണക്ക വായിച്ചായ. ഞാൻ രാവിലെ ഇച്ചായന് ഉമ്മ തന്നു, ഇവന് കൊടുത്തില്ല എന്ന്. അതിനെന്നോട് പിണങ്ങി നിൽക്കുക. അവൾ ഒരു പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു. ആണോ നെവി? അവൻ നെവിയോട് ചോദിച്ചതും അവൻ ആണെന്നുള്ള രീതിയിൽ തലകുലുക്കി. അതെന്താടാ, നിന്റെ മമ്മി നിന്നെ മാത്രം സ്നേഹിച്ചാൽ മതിയോ? അവൻ ചോദിച്ചതും നെവി അവൻ്റെ മുഖത്തേക്ക് നോക്കി. മമ്മി എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി. അവൻ കൈകൾ ഉയർത്തി തലയൊക്കെ ആട്ടി ക്രിസ്റ്റിയോട് പറഞ്ഞതും അവൻ സേറയുടെ മുഖത്തേക്ക് നോക്കി. അവളാണെങ്കിൽ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇവൻ നിന്റെ കാര്യത്തിൽ ഭയങ്കര പോസസീവ് ആണല്ലോ. ഇതെനിക്ക് തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല. സേറെ അവനേക്കാൾ കൂടുതൽ നെവി സ്നേഹിക്കുന്നത് കണ്ട് ക്രിസ്റ്റി അവളെ നോക്കി പറഞ്ഞു. ചുമ്മാ ഇരിക്കിച്ചായ, അവൻ കുഞ്ഞല്ലേ. ഇച്ചായൻ അതേപോലെയാണോ? കുഞ്ഞുങ്ങളെപ്പോലെ കാണിക്കാതിരിക്കുക. അവൾ കപടദേഷ്യത്തോടെ പറഞ്ഞതും അവൻ ചിരിച്ചു. സെറ, എന്നേക്കാൾ കൂടുതൽ നിന്നെ ആര് സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല സെറ. ഞാൻ അത്രയും പോസസീവാണ് നിന്റെ കാര്യത്തിൽ. അവൻ പറഞ്ഞതും അവൾ എളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് കപടദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു കാര്യം ചെയ്, നിങ്ങൾ അപ്പനും മോനും കൂടി എന്നെ രണ്ടായിട്ടങ്ങ് മുറിച്ച് ഭാഗം വെക്ക്. അപ്പം രണ്ടിനും പ്രശ്നമില്ലല്ലോ. അവൾ രണ്ടുപേരെയും നോക്കി ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. ക്രിസ്റ്റി നെവിയുടെ മുഖത്തേക്ക് നോക്കി. നെവി അവൻ്റെ മുഖത്തേക്കും. പിണങ്ങിയെന്ന് തോന്നുന്നു. ക്രിസ്റ്റി അവനെ നോക്കി പറഞ്ഞു. അപ്പയാ? അവൻ ക്രിസ്റ്റിയുടെ നേർക്ക് തൻ്റെ കുഞ്ഞു കൈകൾ ചൂണ്ടി പറഞ്ഞു. ആഹാ, നീ കൊള്ളാലോ അവസരവാദി. ഇപ്പം ഞാൻ മാത്രമായോ? അതും പറഞ്ഞ് ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് അവനെ പൊക്കിയെടുത്ത് അടുക്കളയിലേക്ക് ചെന്നു. സെറയുടെ കാര്യത്തിൽ രണ്ടുപേരും ഓവർ പൊസസീവായിരുന്നു. ക്രിസ്റ്റി കൂടുതലായിട്ട് അവളെ സ്നേഹിക്കുന്നത് നെവിക്കും, നെവി അവളെ ഒരുപാട് സ്നേഹിക്കുന്നത് ക്രിസ്റ്റിക്കും. ചില സമയം അസൂയയും കുശുമ്പുമാണ്. നെവി പിന്നെ കുഞ്ഞാണെന്ന് പറയാം. പക്ഷെ അതേ വാശി തന്നെ ക്രിസ്റ്റിയും കൂടെ കാണിക്കുമ്പോൾ അവൾക്ക് ചിലപ്പോൾ ദേഷ്യം വരും. രണ്ടുപേരുടെയും നടുവിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ് സേറ. അവർ ചെന്നതും അവിടെ സേറയും സേറയുടെ മമ്മിയും കൂടി പാചകവും മറ്റുമായിരുന്നു. മമ്മി, എനിക്കും ഇച്ചായനുള്ള ചോറെടുക്ക്. അവനുള്ളത് ഞാനെടുത്തോളാം, അവൾ മമ്മിയോട് പറഞ്ഞു. പിന്നെ നെവിക്കുള്ള ചോറ് അവൻ്റെ കുഞ്ഞി പാത്രത്തിലേക്ക് അവൾ വിളമ്പാൻ തുടങ്ങി. സേറയും ക്രിസ്റ്റിയും കൂടിയാണ് ഇപ്പോൾ ഓഫീസിൽ നോക്കുന്നത്. അവളുടെ പപ്പ ഇപ്പോൾ വീട്ടിൽ റെസ്റ്റാണ്. എങ്കിലും ബോറടിക്കുമ്പോൾ ഓഫീസിൽ പോയിരിക്കും. നെവി ഇപ്പോൾ LKG പഠിക്കുക. രാവിലെ അവർ 3 പേരും കൂടിയാണ് പോകുന്നത്. അവർ ഓഫീസിലേക്ക് പോകുമ്പോൾ നെവിയെ സ്കൂളിലാക്കും. അതാണ് പതിവ്. ഇച്ചായതേ, ഇതവന് കൊടുക്ക്. ഞാൻ പോയി കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഒരു പാത്രത്തിൽ ദോശയും സാമ്പാറും എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം അവൾ പറഞ്ഞു. വേണ്ട, എനിക്ക് ചേരാമേ തന്നാൽ മതി. അവൻ വാശി കാണിച്ചുകൊണ്ട് പറഞ്ഞു. നെവി അത് കഴിക്കുക, മമ്മിക്ക് ഒരുപാട് പണിയുണ്ട്. അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ വീണ്ടും വാശി കാണിച്ചു. നെവി! സേറ ദേഷ്യത്തോടെ അവനെ വിളിച്ചു. അവൾ ദേഷ്യപ്പെടുന്നത് കണ്ടതും അവൻ കണ്ണുകളൊക്കെ നിറച്ചുകൊണ്ട് ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി. എപ്പോഴും അപ്പൻ്റെ മോൻ്റെ ഈ വാശി എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. അവൾ അതേ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് മുറിയിലേക്ക് കയറിപ്പോയി. നെവി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ഇങ്ങ് വാ മോൻ, അമ്മച്ചി വാരിത്തരാം. അതും പറഞ്ഞ് അവർ അവനെ ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്നും വാങ്ങി. മോൻ അവളുടെ അടുത്തേക്ക് ചെല്ല്. അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ക്രിസ്റ്റി തലയാട്ടി. പിന്നെ അവളുടെ മുറിയിലേക്ക് നടന്നു. അവൻ ചെന്നപ്പോൾ അവൾ ഡ്രസ്സൊക്കെ എടുത്ത് ബാത്റൂമിലേക്ക് കുളിക്കാൻ പോവുകയായിരുന്നു. സെറ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അവളാണെങ്കിൽ കണ്ണുകളൊക്കെ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ സേറ ഇത്? ഞാൻ 2 ദിവസമായി നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. നിനക്ക് എന്താ ആകെ ഒരു വല്ലായ്മ പോലെ? പെട്ടെന്ന് ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു. എന്നോട് പറയാത്തതായി എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അറിയില്ല ഇച്ചായ, ഈ മാസം എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല. എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ട്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിഷമത്തോടെ പറഞ്ഞു. അതെന്താ ആവാത്തത്? എന്നിട്ട് നീ എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അവനും തിരികെ സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് ഞാനത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ പോകുന്ന വഴി ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഒരു സംശയം. അവൾ പറഞ്ഞതും അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. വീട് നിറയെ കുഞ്ഞുങ്ങൾ വേണമെന്നല്ലേ ഇച്ചായന്? അതാണോന്നൊരു ഡൗട്ട്. അവൾ പറഞ്ഞതും അവൻ കണ്ണുകൾ വിടർത്തി അവളെ നോക്കി. ഹോസ്പിറ്റലിൽ പോയിട്ട് കൺഫേം ചെയ്യാം. നെവിയെ സ്കൂളിലാക്കിയിട്ട് പോകാം. അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. നെവിയെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും മറ്റും ഇറങ്ങിയതാണ് അവർ രണ്ടുപേരും. സാധാരണ സേറ കോ ഡ്രൈവർ സീറ്റിലും അവളുടെ മടിയിലായിട്ട് നെവിയും അങ്ങനെയാണ് ഇരിക്കുന്നത്. അമ്മച്ചിക്ക് ടാറ്റ കൊടുക്ക്. കാറിലേക്ക് കയറുന്നതിനിടയിൽ സേറ നെവിയെ നോക്കി പറഞ്ഞു. ഞാൻ പറഞ്ഞോളാം. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. പിന്നെ അമ്മച്ചിക്കൊരു ഉമ്മയും കൊടുത്ത് അവരോട് യാത്രയും പറഞ്ഞിട്ട് അവൻ പുറകിലത്തെ സീറ്റിലേക്ക് കയറാൻ തുടങ്ങി. എന്താ നെവി, എന്തിനാ അത് തുറക്കുന്നേ? ഇവിടെ വന്ന് കയറിക്കേ.
സേറ അവനോട് പറഞ്ഞതും അവൻ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് സേറയെ നോക്കി. നേരത്തെ താൻ ദേഷ്യപ്പെട്ടതിൻ്റെ പിണക്കത്തിലാണ് അവനെന്ന് അവൾക്ക് മനസ്സിലായി. നെവി എന്നോട് മിണ്ടില്ലേ? അവൻ്റെ ദേഷ്യത്തോടെയുള്ള മുഖം കണ്ടതും അവൾ സംശയത്തോടെ ചോദിച്ചു. അതിന് നെവി ഒന്നും മിണ്ടാതെ അവളെ നോക്കി. ഇച്ചായ, നെവി എന്നോട് മിണ്ടുന്നില്ലെന്ന് കേട്ടോ, എനിക്ക് സങ്കടം വരുവാ. അവൾ അവനെ ഒന്ന് പാളി നോക്കി പറഞ്ഞു. വേറെ എന്തോ അവൻ സഹിക്കും, സേറയ്ക്ക് വിഷമം വരുന്നതൊഴിച്ച്. അത് മാത്രം ക്രിസ്റ്റിയെപ്പോലെ അവനും സഹിക്കില്ല. അതറിയാവുന്നത് കൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതും. അത് കേട്ടതും നെവി കോ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തേക്ക് ചെന്നു. സേറ അവനെ പൊക്കിയെടുത്ത് മടിയിലേക്കിരുത്തി. ഇപ്പം എന്നോടുള്ള പിണക്കം മാറിയോ? അവൾ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. മാരി, അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തതും സേറ ക്രിസ്റ്റിയെ കണ്ണ് ചിമ്മി കാണിച്ചു. നെവിയെ അവർ സ്കൂളിലിറക്കി. അപ്പോഴാണ് മറ്റൊരു കാര്യം അവർക്ക് അടുത്തേക്ക് വന്നത്. അതിൽ നിന്നും രണ്ടുപേരും കൂടി ഇറങ്ങി. മിത്ര, സേറ അവളെ വിളിച്ചു. നിങ്ങൾ വന്നതേ ഉള്ളോ? ഞാൻ കരുതി വന്നിട്ട് പോയി കാണുമെന്ന്. മിത്ര ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. മിത്രാമ്മ. മിത്രയെ കണ്ടതും നെവി വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. മിത്ര അവനെ പൊക്കിയെടുത്തു. ഡ്രൈവർ സീറ്റിൽ നിന്ന് ഗിരിയും പുറത്തേക്കിറങ്ങി. അവൻ കോ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ ഡോറ് തുറന്ന് അവളെ എടുത്തു. സ്കൂൾ യൂണിഫോമാണ് വേഷം. ഇരു സൈഡിലും കൊമ്പൊക്കെ കെട്ടി ബണ്ണിട്ടിട്ടുണ്ട്. കണ്ണെഴുതി കുഞ്ഞു പൊട്ടൊക്കെ തൊട്ട് കവളിലും കറുത്ത പൊട്ടൊക്കെ ഇട്ട് ഒരുങ്ങിയ അവൾ ക്രിസ്റ്റിയെയും സേറയും നോക്കി ചിരിച്ചു. പിന്നെ നെവിയുടെ മുഖത്തേക്ക് നോക്കി. ഇവളാണ് മിത്രയുടെയും ഗിരിയുടെയും ഒരേ ഒരു മോള്, നേത്രാഗിരി. എല്ലാവരുടെയും നെവി മോള്. നെവിയും നിവിയും രണ്ട് ദമ്പതികളും അറിഞ്ഞുകൊണ്ടിട്ട പേരാ. ചേട്ടാ, അവൾ നെവിയുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. നെവി ഉടനെ മിത്രയുടെ കയ്യിൽ നിന്നും നൂഴ്ന്ന് താഴേക്കിറങ്ങി. അവളും ഗിരിയുടെ കയ്യിൽ നിന്നും താഴേക്കിറങ്ങി. പിന്നെ രണ്ടുപേരും അവരുടെ എന്തൊക്കെയോ കാര്യങ്ങൾ പരസ്പരം പറയുകയായിരുന്നു. നിങ്ങളിനി ഓഫീസിലേക്കാണോ? ഗിരി സംശയത്തോടെ അവരെ രണ്ടുപേരെ നോക്കി ചോദിച്ചു. അല്ലടാ, പോകുന്ന വഴിയിൽ ഹോസ്പിറ്റലിൽ ഒന്ന് കയറണം. ഇവൾക്ക് എന്തോ ഒരു വല്ലാത്ത ക്ഷീണം പോലൊക്കെ, ഒന്ന് കാണിക്കാമെന്ന് കരുതി. ക്രിസ്റ്റി അവനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും മിത്ര അവളുടെ മുഖത്തേക്ക് ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവള് മിത്രയെ നോക്കി ഒരു അവിഞ്ഞ ചിരി പാസാക്കി. ഒരു സംശയം, ഉറപ്പില്ല. മിത്ര നോക്കുന്നത് കണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് തോന്നി. മിത്രയും അവളെ നോക്കി പറഞ്ഞു. എന്താടാ? ഗിരിക്കാണെ കാര്യമൊന്നും മനസ്സിലാകാഞ്ഞതും അവൻ സംശയത്തോട് ചോദിച്ചു. ക്രിസ്റ്റി അവനോട് പതിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എടാ ദുഷ്ട, വീണ്ടും നീ? ഗിരി കപടദേശത്തോടെ ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു കാണിച്ചു. എന്തായാലും ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിളിക്കുക കേട്ടോ. ഗിരി ചിരിയോടെ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞതും അവർ രണ്ടുപേരും ഒരുപോലെ തലയാട്ടി. വാ നെവി. നെവി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അവരോട് 4 പേരോടും ടാറ്റ ഒക്കെ കൊടുത്തിട്ട് നിവിയെയും കൂട്ടി അവൻ സ്കൂളിലേക്ക് പോയി. അവനുള്ളതാ ഞങ്ങളുടെ ധൈര്യം. പിള്ളേര് രണ്ടുപേരും കയ്യിൽ പിടിച്ച് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് സ്കൂളിനകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടതും ഗിരി അതും നോക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു. അവസാനം ധൈര്യം ഇത്രയും വേണ്ടായിരുന്നു എന്ന് നീ പറഞ്ഞേക്കരുത്. അത് കേട്ടതും ക്രിസ്റ്റി അവനെ കളിയാക്കി. അത് ഞങ്ങൾ എന്തായാലും പറയില്ല. അവനെ വളർത്തുന്നത് നിങ്ങൾ രണ്ടുപേരും അല്ലേ. ഇനി അവൻ ആ ധൈര്യം മുതലെടുത്താലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങളുടെ കൊച്ചിനെ വേണ്ടാന്ന് നീ പറയാതിരുന്നാൽ മതി. ഗിരി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അയ്യേ, ഒന്ന് ചുമ്മാതിരി മനുഷ്യ. അത് കുട്ടികളാ. അവർക്ക് തമ്മിലുള്ളത് നിഷ്കളങ്കമായ സ്നേഹമാ. അതിനെ വളച്ചൊടിച്ച് നിങ്ങൾ വേറൊന്നും ആക്കാതിരുന്നാൽ മതി. മിത്ര കപടദേഷ്യത്തോടെ ഗിരിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. എടി, ഇങ്ങനെയുള്ള നിഷ്കളങ്കമായ സ്നേഹമാ വലുതാകുമ്പോൾ പിരിയാൻ പറ്റാത്ത വിധത്തിലുള്ള സ്നേഹമായി മാറുന്നത്. അതിന് ഉത്തമ ഉദാഹരണമല്ലേ നമ്മൾ നാലും. കുഞ്ഞുനാളിൽ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ വലുതാകുമ്പോൾ നമ്മളൊക്കെ പരസ്പരം വിവാഹം കഴിക്കുമെന്ന്? പണ്ട് കുഞ്ഞുനാളിൽ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് അഭിനയിച്ച് കളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നോ വലുതാകുമ്പോൾ നമ്മളും ഇതുപോലെ രണ്ടെണ്ണത്തിൻ്റെ അച്ഛനും അമ്മയും ആവുമെന്ന്? ഗിരി അവരെ 4 പേരെ നോക്കി പറഞ്ഞപ്പോഴാണ് അവരും അതിനെപ്പറ്റി ഓർക്കുന്നത്. ശരിയാ, പണ്ട് ഒരുപാട് കളിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ, ചോറും കറിയൊക്കെ വെച്ച്. പക്ഷെ ആ നിമിഷം ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല വലുതാകുമ്പോൾ ഇതുപോലൊക്കെ ഒന്നിക്കുമെന്ന്. പെൺപിള്ളേരുടെ മനസ്സിൽ കൂടിയും കടന്നുപോയത് അതൊക്കെ തന്നെയായിരുന്നു. എടി സേറ, നിന്നോട് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആ സ്റ്റെല്ല ചേച്ചിയില്ലേ, ആ ചേച്ചി ഇന്നലെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. മിത്ര അവളോട് പറഞ്ഞതും ക്രിസ്റ്റി സേറയും പരസ്പരം നോക്കി. എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. അവൾ മിത്രയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ആരും അറിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. ഏതോ കോളേജിലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അത്രേ. അങ്ങനെ നോക്കിയപ്പോൾ ആ കുട്ടിക്ക് മയക്കുമരുന്നിൻ്റെ അഡിക്ഷൻ ഉണ്ടായിരുന്നു അത്രേ. അത് എത്തിച്ചു കൊടുത്തതൊക്കെ ഈ ചേച്ചിയുടെ ആൾക്കാരാണെന്ന്. അങ്ങനെ അറസ്റ്റ് ചെയ്തതാ, അവൾ പറഞ്ഞു. ആ, അവിടെ പോയി കിടക്കട്ടെ. കൂട്ടിന് വലിയപ്പയും ജസ്റ്റിനും ഒക്കെ ഉണ്ടല്ലോ. സേറയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ പിന്നെ ഞങ്ങൾ പോട്ടെ. ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം ഓഫീസിലേക്ക് പോകാൻ. ക്രിസ്റ്റി അവരെ രണ്ടുപേരെയും നോക്കി.
നിനക്ക് ധൃതിയാണെന്ന് തോന്നല്ലോ റിസൾട്ട് അറിയാൻ. അവൻ്റെ വെപ്രാളം കണ്ട ഗിരി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. പോടാ, അങ്ങനെയൊന്നുമില്ല. അതാണെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തരുമ്പോൾ 2 കൈ നീട്ടി വാങ്ങിക്കും, ക്രിസ്റ്റി മറുപടി പറഞ്ഞു. അവർ പരസ്പരം യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം 2 കാറുകളും 2 സൈഡിലേക്ക് തിരിഞ്ഞു. എടി ഗുണ്ടുമുളകെ, നീ എന്താ മിണ്ടാതിരിക്കുന്നേ? തിരികെയുള്ള യാത്രയിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന മിത്രയുടെ മുഖത്തേക്ക് നോക്കി ഗിരി ചോദിച്ചു. ഏയ്, ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കായിരുന്നു ഗിരിയേട്ടാ. എത്ര പെട്ടെന്ന് ഇത്രയും വർഷങ്ങളൊക്കെ കടന്നുപോയത് അല്ലേ? നമുക്കിടയിലേക്ക് നേത്രമോൾ വന്നത്. ശരിക്കും എനിക്കതൊക്കെ സ്വപ്നം പോലെ തോന്നുക. ഗിരിയേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറയുമെന്ന് ഒരിക്കൽ പോലും ഞാൻ കരുതിയിരുന്നതല്ല. എൻ്റെ മനസ്സിൽ ഗിരിയേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ പോലും ഗിരിയേട്ടൻ എന്നെ ഒന്ന് നോക്കുന്ന കൂടി ഞാൻ കണ്ടിട്ടില്ല. എന്നോടൊന്ന് സംസാരിച്ചിട്ട് പോലുമില്ല. എപ്പോൾ കണ്ടാലും ദേഷ്യത്തോടെ നോക്കുന്നതല്ലാതെ. അവിടെ നിന്ന് ഇനി ഈ നിമിഷം നമുക്കിടയിലേക്ക് നേത്ര വന്നത് വരെ എനിക്കൊരു സ്വപ്നം പോലെയാ തോന്നുന്നത്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു. അതാണ് വിധി. ഈ ഗുണ്ടുമുളകിനെ വിധിച്ചിരുന്നത് എനിക്കാ. നീ എൻ്റെ സ്പൈസി മുളകല്ലേ? ഹോ, എന്തായിരുന്നു അന്ന് നീ ഇതുപോലെ കാറിലിരുന്ന് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ? അവൻ ചിരിയോട് ചോദിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഗിരിയേട്ടൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാൽ പോരെ? ഒരാളുടെ ശരീരത്തെ എന്തിനെങ്ങനെ കളിയാക്കുന്നത്? അവൻ അന്ന് അവളെ കളിയാക്കി പറഞ്ഞപ്പോൾ അവൾ തിരികെ അവനോട് പറഞ്ഞത് അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു. അയ്യേ, പോ ഗിരിയേട്ടാ. അവൻ അവളെ ചെയ്യുന്നത് കണ്ടതും അവൾ പതിയെ അവൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവസാനം കളിയാക്കിയവൻ തന്നെ ആ ശരീരം സ്വന്തമാക്കിയില്ലേ? അവൻ്റെ ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു. അവൻ പറയുന്നത് കേട്ട് അവൾ നാണത്തോടെ ചിരിച്ചു. ഹോസ്പിറ്റലിലെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സെഹ്റയും ക്രിസ്റ്റിയും. പെട്ടെന്നാണ് അവളുടെ പേര് വിളിക്കുന്നത് കേട്ടത്. അവർ 2 പേരും കൂടി ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. പോസിറ്റീവാണ്, ഡോക്ടർ ചിരിയോടെ പറഞ്ഞതും അവർക്ക് 2 പേർക്കും സന്തോഷമായി. ഡോക്ടർ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അവർ 2 പേരും അതൊക്കെ മൂളി കേൾക്കുകയും ചെയ്തു. അവിടെ നിന്നിറങ്ങിയ ഉടനെ തന്നെ ക്രിസ്റ്റി ഗിരിയെ വിളിച്ച് റിസൾട്ട് പോസിറ്റീവാണെന്നുള്ള കാര്യം പറഞ്ഞു. വീട്ടിലും കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞതും എല്ലാവർക്കും സന്തോഷമായിരുന്നു. അന്ന് രാത്രിയിൽ കട്ടിലിരുന്ന് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെവി. അവനോട് കാര്യം പറയാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണു കാണിക്കുകയാണ് സെഹ്റയും ക്രിസ്റ്റിയും. നെവി, അവസാനം ക്രിസ്റ്റി പറഞ്ഞതനുസരിച്ച് അവൾ തന്നെ അവനോട് കാര്യങ്ങളൊക്കെ പറയാൻ തീരുമാനിച്ചു. സേരാമി, ഞാൻ നെവിക്ക് പടം വരച്ചു കൊടുക്കുക. അവൻ തല ചരിച്ചു വെച്ചുകൊണ്ട് അവളോട് മറുപടി പറഞ്ഞു. ഓ, നെവി തിരക്കിലാണോ? അവൾ അവനോട് കുറുമ്പോട് ചോദിച്ചു. സാരയില്ല സേരാമി, പറഞ്ഞോ, ഞാൻ കേട്ടോലാം. അവൻ പടം വരയ്ക്കുന്ന തിരക്കിനിടയിൽ അവളോട് പറഞ്ഞു. അത് നെവിക്ക് കൂട്ടായിട്ട് ഒരു കുഞ്ഞുവാവയും കൂടി വരുന്നുണ്ട്. സേറ അവനെ നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ആരുടെ വാവയാ? നാളെയാണോ ഇങ്ങോട്ട് വരുന്നേ? വാവയുടെ പേരെന്താ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ ക്രിസ്റ്റിയെ നോക്കി. വരുന്നത് നമ്മുടെ വാവ തന്നെയാ. ഇപ്പോഴേ വരില്ല, കുറച്ച് മാസങ്ങളൊക്കെ കഴിയുമ്പോൾ വരും. ഇപ്പം ആ വാവ അമ്മയുടെ വയറ്റിലാണ് ഉള്ളത്. അവൻ കുഞ്ഞിനെ എടുത്ത് മടിയിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും നെവി ആണോ എന്നുള്ള രീതിയിൽ സേറയുടെ മുഖത്തേക്ക് നോക്കി. അത് കണ്ട് അവൾ തലയാട്ടി. പെട്ടെന്ന് അവനൊരു വാവ വരുന്നു എന്ന് പറയുന്നത് അവൻ എങ്ങനെ എടുക്കുമെന്നുള്ള സംശയമായിരുന്നു അവർക്ക് 2 പേർക്കും. സേറയുടെ കാര്യത്തിൽ അവൻ ഓവർ പൊസസീവ് ആയതുകൊണ്ട് തന്നെ അവനത് ഇഷ്ടപ്പെടുമോ എന്നുള്ള പേടി അവർക്ക് ഇരുവർക്കും നന്നേ ഉണ്ടായിരുന്നു. സേറ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളുടെ വയറ്റിൽ മാത്രമായിരുന്നു. ആ വയറ്റിൽ എങ്ങനെയാണ് കുഞ്ഞുവാവ ഉണ്ടാകുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക നെവി. നെവിക്ക് കുഞ്ഞുവാവ ഇഷ്ടമല്ലേ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. എൻ്റെ കൂടെ കളിച്ചോ ഈ വാവ? അവൻ തിരികെ അവളോട് ചോദിച്ചു. പിന്നെ കുഞ്ഞിൻ്റെ കൂടെ കളിക്കുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യും. ക്രിസ്റ്റി അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു. എങ്കിൽ അപ്പം എനിക്കിഷ്ടവാ. അവൻ ചിരിയോടെ അവരെ 2 പേരെയും നോക്കി മറുപടി നൽകി. അയ്യടാ, അതും പറഞ്ഞ് ക്രിസ്റ്റി അവനെ കട്ടിലിലേക്ക് അവരുടെ നടുവിലായിട്ട് കിടത്തി. പിന്നെ അവനെ ഇക്കിളിയാക്കാൻ തുടങ്ങി. അവനാണെങ്കിൽ കുലുങ്ങി ചിരിച്ചു. അപ്പൻ്റെയും മോൻ്റെയും ചിരിയും കളിയും ഒക്കെ കണ്ട് ഒരു കൈ വയറ്റിൽ വെച്ചിരിക്കുകയാണ് അവൾ. കുഞ്ഞിൻ്റെ സാന്നിധ്യം അവിടെ അവരോടൊപ്പം ഉള്ളതുപോലെ അവൾക്ക് തോന്നി. നെവി കളിയും ചിരിയൊക്കെ ആയിട്ട് എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു. അവൻ ഉറങ്ങിയതും അവനെ സൈഡിലേക്ക് ക്രിസ്റ്റി നീക്കി കിടത്തി. പിന്നെ സേറയെ അവൻ തൻ്റെ ഇടതുവശത്തായിട്ട് കൈകളിലും കിടത്തി. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലവച്ച് അവനെ ചുറ്റിപ്പിടിച്ചു. ഇച്ചായ, അവൾ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ക്രിസ്റ്റിയുടെ സേറയോട് എത്രമാത്രം ഇഷ്ടമുണ്ട്? അവൾ കുറുമ്പോടെ അവനെ നോക്കി ചോദിച്ചു. ക്രിസ്റ്റിക്ക് അവൻ്റെ ജീവനേക്കാൾ ഇഷ്ടമാ അവൻ്റെ പെണ്ണായ സേറയോട്. ആൻ ഇൻറ്റൻസ് ലവ്. അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചതും അവൾ അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചിരുന്നു. അപ്പോഴും അവൻ്റെ വലത് കരത്തിൽ നെവി സുഖമായി ഉറങ്ങുകയായിരുന്നു.